നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാൻ ടെൻഡർ ആയതോടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. അതിവേഗത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാലക്കാട് സ്വദേശിയാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നുണ്ടായ കനത്ത മഴയിലാണ് പട്ടാമ്പി പാലത്തിന് മുകളിലൂടെ പുഴ ഒഴുകിയത്. 31 മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിരുന്നു. മഴയിൽ പാലത്തിന്റെ കൈവരികൾ തകർന്നു. തുടർന്ന് ഏതാനും ദിവസം കാൽനട യാത്ര മാത്രമാണ് പാലത്തിലൂടെ അനുവദിച്ചിരുന്നത്. നിബന്ധനകൾക്ക് വിധേയമായി വാഹനയാത്രയ്ക്കും അനുമതി നൽകി. എന്നാൽ പാലം പൂർണ്ണമായ തോതിൽ തുറന്നു കൊടുക്കാനായിട്ടില്ല. പാലം ഭാഗികമായി തുറന്നതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമരുകയും ചെയ്തു. കൈവരികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് പാലം പൂർണ്ണതോതിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണമെന്ന ആവശ്യവും ഉയർന്നു. ഈ ആവശ്യം ഉന്നയിച്ച് UDF ഉൾപ്പെടെ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങി. ഇതിനിടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗം പാലത്തിന്റെ കൈവരികൾ പുനർനിർമ്മിക്കുവാൻ ടെൻഡർ വിളിച്ചത്. ഈ ടെൻഡറാണ് കഴിഞ്ഞ ദിവസം തുറന്നത്. പാലക്കാട് സ്വദേശി ജയപ്രകാശാണ് 18 ലക്ഷത്തോളം രൂപ ചെലവിൽ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള ടെൻഡർ എടുത്തിരിക്കുന്നത്. ഇതോടെയാണ് കൈവരികളുടെ പുനർനിർമ്മാണത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. ഉടൻ തന്നെ ഇതിന്റെ പ്രവർത്തികൾ ആരംഭിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൈവരികൾ നിർമ്മിച്ചു കൊണ്ടുവന്ന് പാലത്തിന് മുകളിൽ വെൽഡ് ചെയ്ത് സ്ഥാപിക്കുന്ന തരത്തിലാവും നിർമ്മാണം നടത്തുക. ദിവസങ്ങൾക്കകം തന്നെ ഇതിന്റെ പ്രവർത്തികൾ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പേരിൽ ജനത്തെ ദുരിതത്തിലാക്കി UDF സമരം നടത്തിയതിന് ജനങ്ങളോട് മാപ്പു പറയണമെന്ന് LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. UDFന്റെ സമരാഭാസങ്ങൾക്കെതിരെ LDF 26-ന് പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടാമ്പിയിൽ പാലത്തിന്റെ പേരിൽ UDF നടത്തിയത് സമരാഭാസമാണ്. UDFനുള്ളിലെ പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ജനത്തെ ദുരിതത്തിലേക്കുള്ള സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതിന് UDF ജനങ്ങളോട് മാപ്പ് പറയണം. പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുകയാണെന്നും LDF നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. കുറച്ച് ദിവസമായി UDFകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ, പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് പോയിട്ട് കോമാളിത്തരാകുകയാണ്, റിയൽ കോമാളി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത്, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടണം, ഇതൊരു ഭാഗത്താഗ്രഹം. കോൺഗ്രസിന് അകത്താവട്ടെ വേറെ പിടിയും വലി, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കിയിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ UDF ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ്. ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട മുക്കുപണ്ടം പണയപ്പെടുത്തി കോടികൾ തട്ടിയെടുത്ത സംഭവം ഉണ്ടായി. ഇതിന് ലീഗ് നേതൃത്വം മറുപടി പറയണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തട്ടിപ്പ് നടത്തിയത് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ലീഗ് നേതാക്കളാണ്. ഈ പട്ടാമ്പിയിലാകെ അറിയപ്പെടുന്നവരാണ്. യൂത്ത് ലീഗിൻ്റെ ട്രഷററായിരുന്നു, ഇപ്പം അല്ല, ഇപ്പം ലീഗ് നേതാക്കളാണ്. 7 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. ചെറിയ തട്ടിപ്പാണോ? ലീഗ് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന പാർട്ടി തന്നെയാണ്. പക്ഷേ ഈ തട്ടിപ്പ്, ഇത്ര വലിയൊരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം കേൾക്കുകയല്ലേ. ഇത് ഇവിടെ എടുത്തു പറയാൻ വേണ്ടി കാരണം, ഇത് ചെറിയ പുള്ളികളല്ല. ഈ പട്ടാമ്പിയിലെ എല്ലാവരുടെ പേരും വേണമെങ്കിൽ ഞങ്ങൾ പിന്നീട് പറയും. പല പ്രധാനപ്പെട്ട ലീഗ് നേതാക്കൾക്കും എല്ലാ ചെലവും അവരാണ് കൊടുക്കുന്നത്. അത്ര വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. 4000 ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി വലിയ ബിസിനസ് സാമ്രാജ്യം അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നീട് പറയും. ആ എല്ലാവരെയും പറ്റിക്കുന്ന ഏർപ്പാട് ഇതിനകത്ത് വേറെ ഉണ്ട്. അപ്പോൾ പട്ടാമ്പിയിലെ പാവപ്പെട്ട ധാരാളം ആളുകളെ പറ്റിക്കുകയും മുസ്ലിം ലീഗ് നേതൃത്വത്തെ തീറ്റിപ്പോറ്റുകയും ചെയ്യുന്ന വലിയ വിഭാഗമാണ് 7 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇത് ഞങ്ങൾ ചോദിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി ചോദിക്കുന്നത്, ഇത് എന്തുകൊണ്ട് ലീഗ് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? UDFന്റെ ആപാത സമരങ്ങൾക്കെതിരെ LDF 26-ന് പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തിരുവേഗപ്പുറയിലും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വിരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പല സ്വർണ്ണക്കള്ളക്കടത്താണ് ഏറ്റവും. സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാ. ജ്വല്ലറിയിൽ മുക്കുപണ്ടം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പണമൊക്കെ തട്ടിക്കൊണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, KSFയിൽ റോഡ് ഗോൾഡ് വെച്ചിട്ടാണ് ഈ പണം തട്ടിക്കൊണ്ടെന്ന് അവർ നടത്തുന്ന ജ്വല്ലറികളുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്നത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ജനങ്ങൾ ചോദിക്കും. ഒരു സംശയവും വേണ്ട. കാരണം ഇവരെന്നെ ഉടമസ്ഥന്മാരെന്നെ 7 കോടി രൂപയ്ക്ക് കള്ളസ്വർണ്ണമാണ് വെച്ച് പണം തട്ടിയെങ്കിൽ അവർ നടത്തുന്ന ജ്വല്ലറി പോലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യാപകമായ തിരിമറി തന്നെയാണ്. അതിനിവിടുത്തെ ലീഗ് നേതൃത്വം വ്യക്തമായ മറുപടി പറയണം. ഞാനിത് പറയാൻ കാരണം ഇവിടെ TG സൂചിപ്പിച്ചു,
അപ്പം ഇവർ തമ്മിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തല്ല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം, ആർക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതാണ്. അത് CPI മുഹമ്മദ് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് അനുഭവമാണ്. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ടി ഗോപാലകൃഷ്ണൻ, പി സുന്ദരൻ, കെ പരമേശ്വരൻ, അഷ്റഫ് അലി വെല്ലപ്പുഴ, KP അബ്ദുറഹ്മാൻ, MN കരുണാകരൻ, അനൂപ് വെല്ലപ്പുഴ തുടങ്ങിയവരും പങ്കെടുത്തു. 4G കുതിപ്പിൽ മുന്നേറ്റവുമായി BSNL. ഇതിന്റെ ഭാഗമായുള്ള BSNL ഉപഭോക്തൃമേള വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ തൃത്താലയിൽ നടക്കും. BSNL ഉപഭോക്തൃമേള വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ തൃത്താല സെന്ററിലും തൃത്താല ടെലിഫോൺ എക്സ്ചേഞ്ചിലുമായാണ് നടക്കുന്നത്. മറ്റ് കണക്ഷനുകളിൽ നിന്ന് BSNLിലേക്ക് മാറിവരുന്ന ഉപഭോക്താക്കൾക്കും പുതിയ ഉപഭോക്താക്കൾക്കും 4G, 5G സിം കാർഡുകൾ കിഴിവ് ചെയ്ത നിരക്കിൽ ലഭിക്കും. നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് സൗജന്യമായി ഈ സംവിധാനത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പുതിയ ഫൈബർ ഉപഭോക്താക്കൾക്ക് മൺസൂൺ ഓഫറും ഉണ്ടാകും. കൂടാതെ നിലവിൽ കുടിശ്ശികയുള്ള ഉപഭോക്താക്കൾക്ക് അംഗീകൃതമായ ഇളവുകൾ സ്വീകരിച്ചുകൊണ്ട് കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ അവസരവും ഉണ്ടായിരിക്കും. മേളയ്ക്ക് ശേഷവും തൃത്താല ടെലിഫോൺ എക്സ്ചേഞ്ചിൽ പുതിയ സിം എടുക്കാനുള്ള സൗകര്യമുണ്ടാകുമെന്ന് BSNL അധികൃതർ അറിയിച്ചു. ഇവിടെ ഞങ്ങൾക്ക് ഓഫറായിട്ട് ഇപ്പോൾ സിം കൊടുക്കുന്നുണ്ട്. 5 ദിവസം നെറ്റിംഗ് കോൾ ഉണ്ടാവും. പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ സിം അപ്ഗ്രേഡേഷൻ ഉണ്ട്, ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി ഫൈബറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയൊക്കെയാണെന്ന് നല്ല കറക്റ്റായിട്ട് അറിയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രധാനമന്ത്രി സ്കീമിൽ ഉദ്യമി പറഞ്ഞ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മന്ത്ലി ബില്ലിംഗ് ആണ് അത് ഉള്ളത്. സിമ്മാണ് 449 പ്ലാന് 3300 GB 50 MBPS സ്പീഡുണ്ട്. മന്ത്ലി ഒരു 530 രൂപ വരുന്നുണ്ടാവും. 3 ദിവസമാണ് മേള. നാളത്തെ വരേണ്ടത്, നാളെ അവസാനിക്കും മേള. നിലവിൽ വൻ മുന്നേറ്റവുമായി BSNL കുതിപ്പ് തുടരുകയാണ്. കേരള സർക്കിളിലെ പാലക്കാട് ജില്ലയിൽ മാത്രം 63 ടവറുകളാണ് 4Gയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത ഇൻസ്റ്റലേഷൻ നടപടികൾ പൂർത്തിയായിരിക്കുന്നത്. ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റിൽ തന്നെ ഇവയുടെ കമ്മീഷൻ നടപടികൾ പൂർത്തിയാക്കാനാണ് സാധ്യത. ജില്ലയിലെ 63 ടവറുകളിൽ 20 എണ്ണം ഗ്രാമങ്ങളിലും ബാക്കിയുള്ളവ നഗരപ്രദേശങ്ങളിലുമാണ്. മണ്ണാർക്കാട് ഷോർട്ട് ഡിസ്റ്റൻസ് ചാർജിംഗ് ഏരിയയുടെ കീഴിൽ 4 ടവറും, ഷൊർണൂർ SDCAയുടെ കീഴിൽ 6 ടവറും, കൊടുവായൂർ SDCAയുടെ കീഴിൽ 7 ടവറുമാണ് ഇതിനായി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവയെല്ലാം പാലക്കാട് SDCAയുടെ കീഴിലുള്ളവയാണ്. അതിൽ തന്നെ കൂടുതലും നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നതിനാൽ റേഞ്ച് ലഭിക്കാത്തതിനും ഇന്റർനെറ്റ് വേഗത കുറവിനും ഒരു പരിധിവരെ പരിഹാരമാകും. എല്ലായിടത്തും പഴയ ടവറുകൾ അപ്ഗ്രേഡ് ചെയ്ത് വിപുലപ്പെടുത്തിയപ്പോൾ പാലക്കാട് SDCAയുടെ കീഴിലുള്ള മരുതൻപാറയിൽ റൂറൽ ഏരിയയിൽ പുതിയ ടവറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. CCTV ന്യൂസ്, തൃത്താല. 9.971 കിലോഗ്രാം കഞ്ചാവുമായി തൃത്താല സ്വദേശി ഉൾപ്പെടെ 2 പേർ പിടിയിൽ. പാലക്കാട് ടൗൺ നോർത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും 9.971 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ പിടിയിലായി. തൃത്താല തച്ചറാങ്കുന്ന് സ്വദേശി അൻവർ സാദിഖ്, പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശി പടിഞ്ഞാറേപ്പറമ്പിൽ മഹേഷ് എന്നിവരാണ് പിടിയിലായത്. ഒഡീഷയിൽ നിന്നാണ് പ്രതികൾ ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിച്ചത്. ഇരുവരും ഉൾപ്പെട്ട ലഹരി വിൽപ്പന ശൃംഖലയെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ട്രെയിൻ മാർഗം കേരളത്തിലെത്തുന്ന കഞ്ചാവ് തടയുന്നതിനാണ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിശോധന നടത്തിയത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ASP അശ്വതി GG IPS, പാലക്കാട് നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രാജേഷ് MPയുടെ നേതൃത്വത്തിലുള്ള പാലക്കാട് ടൗൺ നോർത്ത് പോലീസും പാലക്കാട് ജില്ലാ പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി കഞ്ചാവും പ്രതികളെയും പിടികൂടിയത്. പട്ടാമ്പി മേഖലയിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 60-ലധികം കേസുകൾ. കഴിഞ്ഞ ദിവസം വല്ലപ്പുഴയിൽ നിന്നും 1.5 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി. ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിവരുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി R. ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പട്ടാമ്പി മേഖലയിലും ലഹരിക്കടത്തും വിൽപ്പനയും തടയുന്നതിനായുള്ള പ്രത്യേക പരിശോധനകളാണ് ഇപ്പോൾ നടത്തിവരുന്നതെന്ന് പട്ടാമ്പി SI മണികണ്ഠൻ പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടെ പട്ടാമ്പി മേഖലയിൽ 60-ലധികം കേസുകളാണ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും കാപ്പ ചുമത്തുന്നതും ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും SI സൂചിപ്പിച്ചു. പട്ടാമ്പി പോലീസ് ഈ മാസത്തിൽ ഇതുവരെ ഏകദേശം 35ഓളം ലഹരി ഉപയോഗ
ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും അതുപോലെ തന്നെ ലഹരി കടത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സ്മോൾ ക്വാണ്ടിറ്റിയും ഒരു മീഡിയം ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഒരു LSD സ്റ്റാമ്പ് മീഡിയം ക്വാണ്ടിറ്റി കൂടാതെ MDMA ഒരു മീഡിയം ക്വാണ്ടിറ്റി ആയി 2 പ്രതികൾ തുടങ്ങിയ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ബാക്കി ഈ 29ഓളം ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നടപടികൾ ലഹരി ഉപയോഗം ഈ സ്റ്റേഷൻ പരിധിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നിലവിൽ നടത്തിക്കൊണ്ട് വരികയാണ്. പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെയും അതുപോലെ തന്നെ അപകടങ്ങളെയും രഹസ്യപരമായിട്ട് ഞങ്ങളെ അറിയിക്കുന്നതിന് കഴിഞ്ഞ ദിവസം വല്ലപ്പുഴയിൽ നിന്നും 1.5 കിലോ കഞ്ചാവുമായി വല്ലപ്പുഴ സ്വദേശി ഗിരീഷ് ബാബുവിനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ ലക്ഷങ്ങൾ വില വരുന്നുണ്ട്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് മൊത്തത്തിൽ കൊണ്ടുവന്ന് പട്ടാമ്പി മേഖലയിലെ കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളെയും മറ്റും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇയാൾ വിൽപ്പന നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. ചില്ലറ വിൽപ്പനക്കാർക്ക് വിൽപ്പന നടത്തുന്ന രീതിയാണ് പ്രതി സ്വീകരിച്ചു വരുന്നത്. മാസങ്ങളോളം ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒടുവിലാണ് 1.5 കിലോ കഞ്ചാവുമായി ഇയാളെ പിടികൂടിയതെന്നും SI സൂചിപ്പിച്ചു. ഷൊർണൂർ DYSP R മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ PK പത്മരാജൻ, SI K മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തിവരുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടിയായി തെരഞ്ഞെടുത്ത ബീന R ചന്ദ്രനെ പരുതൂർ ഗ്രാമപഞ്ചായത്ത് ആദരിച്ചു. അബ്ദുൾ സമദ് സമദാനി MP സ്നേഹാദരം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, ജില്ലാ കമ്മിറ്റി അംഗം കമ്മുകുട്ടി എടത്തോൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PTM ഫിറോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ, മെമ്പർമാരായ MP ഉമ്മർ, രജനി ചന്ദ്രൻ, AKM അലി, മിനിമോൾ, ശിവശങ്കരൻ, സൗമ്യ സുഭാഷ്, P ശ്രീനിവാസൻ, ശാന്തകുമാരി, രമണി, സുധീർ, പഞ്ചായത്ത് സെക്രട്ടറി ലേഖ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായി മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയോടും വിവരങ്ങൾ ആരാഞ്ഞു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും MLA വ്യക്തമാക്കി. പാറപ്പുറത്ത് വിദ്യാർത്ഥിയെ പോലീസ് ആളുമാറി മർദ്ദിച്ചു എന്നുള്ള ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ പാലക്കാട് SP വിളിച്ചു പറഞ്ഞു. SP ആ കാര്യം പരിശോധിക്കുകയും DYSPയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസുകാരൻ ഒരു വ്യക്തിയാണ്, മുഴുവൻ പോലീസുകാരല്ല. ഒരു വ്യക്തി ഒരു വാഹനം നേരത്തെ ഒരു വാഹനം നിർത്താതെ പോയപ്പോൾ അതിൻ്റെ പിറകെ പോയി ചേസ് ചെയ്തു. ആ വാഹനം മറ്റൊരു വീട്ടിൽ പാർക്ക് ചെയ്തിരുന്നു. അവിടെ ചെന്ന് ആള് മാറി ഒരു കുട്ടിയെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. അത് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങനെ മർദ്ദിക്കാൻ പാടില്ല. മാത്രമല്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ DYSPയുടെ നേതൃത്വത്തിൽ, ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കും. വളരെ കർശനമായിട്ടുള്ള നടപടി ബന്ധപ്പെട്ട പോലീസുകാരൻ എതിരായിട്ടുണ്ടാകും എന്നതിൽ സംശയമില്ല. വളരെ നന്നായി പ്രവർത്തിക്കുന്ന പോലീസ് സംവിധാനത്തിൽ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ആ സംവിധാനത്തെ മുഴുവൻ മോശമാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് നോക്കി നിൽക്കില്ല. അത്തരത്തിലുള്ള
മോശമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ അതിനെതിരെ നടപടി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിവൈഎസ്പിയോടും SP-യോടും പറയുകയും അന്വേഷണം നടത്തി കർശനമായ നടപടി എടുക്കാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. വാട്ടർ തീം പാർക്കിന് സമാനമായി റോഡരികിലെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലധാര. സംഭവം പട്ടിത്തറ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ പത്തായപ്പുരയ്ക്കൽ റോഡിലാണ് ജലധാരയ്ക്ക് സമാനമായി പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത്. 1 മാസത്തിലേറെയായി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കുടിവെള്ള വിതരണം ചെയ്യുന്ന ജൽജീവ മിഷന്റെ പൈപ്പിനാണ് തകർച്ച സംഭവിച്ചത്. ഇതോടെ 2 ആൾ പൊക്കത്തിൽ വെള്ളം കുതിച്ചുയരുകയാണ്. വെള്ളത്തിന്റെ തുടർച്ചയായ ഒഴുക്കിൽ കോൺക്രീറ്റ് റോഡിൽ വഴുക്കലും രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം പത്തായപ്പുരയ്ക്കൽ ജയൻ ഇവിടെ വീണ് പരിക്കേറ്റിരുന്നു. മറ്റൊരാൾക്ക് വീഴ്ചയിൽ കാലൊടിയുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ്, MLA ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് പലതവണ പരാതി പറഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മന്ത്രിക്ക് പരാതി കൊടുത്തു, MLAക്ക് പരാതി കൊടുത്തു, മെമ്പറോട് പറഞ്ഞു. ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല. നിരന്തരമുള്ള ജലമൊഴുക്ക് 1 മാസം പിന്നിട്ടതോടെ കോൺക്രീറ്റ് റോഡിനും തകർച്ചയ്ക്കിടവരുത്തുന്നുണ്ട്. വെള്ളം കൂടുതൽ ശക്തമായി പുറന്തള്ളുന്ന സമയങ്ങളിൽ കാൽനട യാത്രയും ഇരുചക്ര വാഹന യാത്രയും ബുദ്ധിമുട്ടിലാവുമെന്നും നാട്ടുകാർ പറഞ്ഞു. നിലവിൽ ആഴ്ചകൾ പിന്നിട്ടിട്ടും പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ അധികൃതർക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. CCTV ന്യൂസ്, തൃത്താല. SDPI പാലക്കൽ പീടിക ബ്രാഞ്ച് കമ്മിറ്റി ഹെൽത്ത് സെന്ററിൽ നിർമ്മിച്ച അബ്ദുറഹ്മാൻ ബസ് സ്റ്റോപ്പ് നാടിന് സമർപ്പിച്ചു. ബസ് സ്റ്റോപ്പ് ഉദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമൂച്ചി നിർവഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഉണ്ണി, ബ്രാഞ്ച് പ്രസിഡന്റ് ഹസൻ, വൈസ് പ്രസിഡന്റ് ഇഷാം, ട്രഷറർ അസ്ലം, ഷിബിലി CP എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.